നമസ്കാരം. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഹിന്ദു സ്ത്രീയെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ട്. കറാച്ചിയിലാണ് സംഭവം. ആയുധധാരികളായ 3 പേരാണ് യുവതിയെയും പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടുപോയത്. ഇരുവരെയും മതപരിവർത്തനത്തിന് വിധേയരാക്കും. ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അവർ വലിയ കൊടിയ പീഡനങ്ങൾക്കാണ് ഇരയാകേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ആശങ്കയിലാണ് ബന്ധുക്കൾ. സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുന്നത് ഇവിടുത്തെ പതിവാണ്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധം പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിലും ഇവർക്ക് കാര്യമായ പിന്തുണയൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാറില്ല. ഇത്തരം ഭീകരവാദികളെ പിന്തുണച്ചെങ്കിൽ മാത്രമേ സർക്കാരിനെ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ അവിടുത്തെ ഇസ്ലാമിക മത നേതാക്കന്മാർക്കും ഇതിനെ പിന്തുണച്ചേ മതിയാകുള്ളൂ. അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കാര്യമായിട്ടുള്ള ഏറ്റവും നല്ല പിന്തുണ കൊടുക്കുന്നതും അവരാണ്. ഹിന്ദു പൗരാവകാശ പ്രവർത്തകർ മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായത്തിന് എത്തുക. എന്നാൽ അവർക്കും നിരന്തരമായിട്ടുള്ള വധഭീഷണികളാണ് പാകിസ്ഥാനിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നത്. അടുത്തിടെ വിവാഹിതയായ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ആൾക്കാർ കൂട്ടമായി എത്തിയതോടുകൂടി ആ ശ്രമം ഉപേക്ഷിച്ച് ഇവർ പോവുകയായിരുന്നു. പക്ഷേ ഇത്തരം നിരന്തരമായ ശ്രമങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളെയും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇത് പ്രായഭേദമന്യേ ഭീകരവാദികൾ ഇതിന് ശ്രമം നടത്തുന്നുണ്ട്. നിരവധി പേരെയാണ് കൊന്നു തള്ളുന്നതും. ഹിന്ദു പുരുഷന്മാരെ കൊന്നു തള്ളുകയാണ് ഇവരുടെ പതിവ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം. ഇങ്ങനെ വലിയ ചൂഷണങ്ങൾക്കാണ് ഹിന്ദു ന്യൂനപക്ഷം അവിടെ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അതിക്രമങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇവിടെ അഭയം കൊടുക്കുവാൻ ഇവിടുത്തെ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും തയ്യാറാകുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഇവർക്ക് വലിയ പിന്തുണയാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ വലിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് അവിടുത്തെ പാകിസ്ഥാനിലെ ഹിന്ദു ജനത വിധേയമാകുമ്പോൾ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അവർ വിധേയമാകുമ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒട്ടും അഭികാമ്യമായ കാര്യമില്ല. ഇത് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഇന്ത്യ മുന്നണിക്കൊക്കെ അറിയാം. പക്ഷേ ഇവർ അത് ചെയ്യില്ല. തങ്ങളുടെ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി അവർ നിരന്തരം ഇത്തരത്തിലുള്ളതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സഹകരണങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് അവർ കൊടുത്തുകൊണ്ടും ഇരിക്കും. വലിയ ഭീകരവാദം പ്രവർത്തനങ്ങൾ നേരിട്ടതിന് ശേഷമാണ് ചിലപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഈ ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ അനുഭവിച്ചതിൻ്റെ ഇരട്ടി ആക്രമണങ്ങളാണ് പലപ്പോഴും പശ്ചിമ ബംഗാളിലൊക്കെ ഇവർ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ഇവർ മനസ്സിലാക്കുന്നതേയില്ല. അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് ജയ് വിളിക്കുവാനുള്ള പിന്തുണ ഇവർ കൊടുക്കുന്നു. JNUവിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അഫ്സൽ ഗുരുവിനൊക്കെ മുദ്രാവാക്യം വിളിക്കുവാൻ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം തയ്യാറായി. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പോലും പിന്തുണ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിഘടനവാദികളുടെ വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്നു. യാസിൻ മാലിക്കിനെയൊക്കെ അങ്ങോട്ട് പോയി കാണുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തകർക്ക്, വിഘടനവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ദൂഷ്യഫലം എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളിൽ നിന്ന് ഇത്തരം ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് അവരിൽ നിന്ന് കേട്ടു മനസ്സിലാക്കണം. അത് ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഇത്തരം ഒരു പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ കേരളത്തിലടക്കം കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ജനാധിപത്യപരമായ ഒരു അവകാശമായിട്ടാണ്, തെരഞ്ഞെടുപ്പിലുള്ളൊരു അവകാശമായിട്ടാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. ഭീകരവാദ പ്രവർത്തനത്തിന് അവിടെ NDA എന്നോ മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകളോ ഒന്നും ഇല്ല. ഭീകരവാദികൾക്ക് ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടുള്ളതുമാണ്. എന്നാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ പിന്തുണച്ചുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ വരുവാനാണ് കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുന്നത്. എന്തു തന്നെയായാലും പാകിസ്ഥാനിൽ നിരന്തരമായി ഇത്തരത്തിലുള്ളൊരു പൗരാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അധിക നാളൊന്നും ഈ രീതിയിൽ ഭീകരവാദികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം സംയുക്ത ശ്രമം, ലോകരാജ്യങ്ങളുടെ എല്ലാം സംയുക്ത ശ്രമം,
ഇന്ത്യയെ നായക സ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു സംയുക്ത ശ്രമം ആരംഭിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി എന്തായാലും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഭീകരവാദികൾക്ക് ഇനി അധിക നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ മുച്ചൂടും ഇവരെ മുടിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.